ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എംപുരാൻ ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ട് ലോകമെമ്പാടും വേൾഡ് വൈഡായിട്ട് ഇന്ന് രാവിലെ 6 മണിക്ക് ഇന്ത്യയിൽ റിലീസായിട്ടുണ്ട്. കേരളത്തിൽ പത്മ തിയേറ്ററിലാണ് കണ്ടത്. പൃഥ്വിരാജിൻ്റെ ഡയറക്ഷൻ, നമ്മുടെ ലാലേട്ടൻ. ഒരുപാട് എക്സ്പെക്റ്റേഷൻസ്, ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാണ് നമ്മൾ തിയേറ്ററിൽ മൂവി കാണാൻ പോയത്. ഇന്ന് ആ സിനിമയുടെ വിശേഷമാണ്. ഞാൻ ആൻ്റണി വർഗീസ്. ഞാൻ എൻ്റെ ചാനൽ ഇതുപോലെയുള്ള മൂവി റിലേറ്റഡ് വീഡിയോസും ടെക് ട്രാവൽ റിവ്യൂസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ എംപുരാൻ എന്ന് പറയുമ്പോൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ്. കാരണം 5 വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയ ലൂസിഫറിൻ്റെ സീക്വലാണ്. അതിൽ ട്രെയിലറാണെങ്കിലും ടീസറാണെങ്കിലും നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ തരുന്നു. ഒരുപാട് എക്സ്പെക്റ്റേഷൻ കൂടിയാണ് പടം പോയി കണ്ടത്. പിന്നെ ഇൻ്റർവ്യൂസ് ആണെങ്കിലും എല്ലാം അടിപൊളി ഇൻ്റർവ്യൂസാണ്. ആസ് എ പേഴ്സൺ, ഒരു കോമൺ പേഴ്സൺ, ഒരു സാധാരണക്കാരൻ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് പടം ഒരു വൺ ടൈം എക്സ്പീരിയൻസ് ആണ് തന്നത്. കാരണം ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉള്ളത് കൊണ്ടാവാം. ഡയറക്ഷൻ ഓക്കെയാണ്, മേക്കിംഗ് ഓക്കെയാണ്, ആക്ടിങ് ഓക്കെയാണ്, സ്ക്രിപ്റ്റ് ഓക്കെയാണ്, ഈ പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഓക്കെയാണ്, CGI വർക്ക് ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണ ഒരു ബ്രഹ്മാണ്ഡ ലെവൽ എക്സ്പെക്റ്റേഷൻ ചെയ്യണത്. 150 crores എബോ ബഡ്ജറ്റ് വരുന്നു. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് മൂവി, അത് മലയാളത്തിൽ നിന്ന് വരുന്നു. വേൾഡ് വൈഡ് ഒരുപാട് കളക്ഷൻ നേടുന്ന എക്സ്പെക്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് പ്രതീക്ഷ. അവരുടെ ഇൻ്റർവ്യൂസ് ആണ് എല്ലാം ഭയങ്കര എക്സ്പെക്റ്റേഷൻ നമുക്ക് തരുന്നു. ബേസിക്കലി ആസ് എ പേഴ്സൺ, ആസ് എ ഒരു കോമൺ മാൻ, എനിക്ക് ബേസിക്കലി ഒരു 1 ടൈം വാച്ച് എക്സ്പീരിയൻസ് മൂവി തന്നത്. അത് എൻ്റെ മാത്രം എക്സ്പീരിയൻസ് ആണ്. പക്ഷേ പാടത്തിലെല്ലാം ഉണ്ട്, നല്ല സ്റ്റോറി ഉണ്ട്, നല്ല ഫൈറ്റ് സീക്വൻസസ് ഉണ്ട്. പക്ഷേ നമുക്കൊരു ഗൂസ് ബം ഉണ്ടാക്കുന്ന സാധനങ്ങളൊന്നും ഇതിനകത്തില്ല. ഒരു ഓക്കെ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഒരുപാട് എന്താ പറയുക, കുറച്ചും കൂടി അടിപൊളി ആക്കാമായിരുന്നു എന്നൊക്കെ തോന്നി, എൻ്റെ അഭിപ്രായമാണ്. പിന്നെ ഫസ്റ്റ് ഹാഫിലൊരു പാട്ടൊക്കെ, ഒരു ആവശ്യമില്ലാത്തൊരു പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഓക്കെയാണ്. ഫസ്റ്റ് ഹാഫിൽ 1 hour കഴിഞ്ഞാണ് ലാലേട്ടൻ വരുന്നത്. ഏകദേശം ഒരു 1 hour കഴിയുമ്പോൾ ഒരു ഇൻട്രോ സീൻ ഉണ്ട്, ഒരു രക്ഷയില്ല. ഒരു മറ്റേ ഹെലികോപ്റ്ററൊക്കെ വന്നിട്ടുള്ളൊരു ഇൻട്രോ സീൻ മൂഡ് സാധനമാണ്. അത് കഴിഞ്ഞ് ഇൻട്രോയിൽ പഞ്ചിൻ്റെ ഒന്നും കാണിക്കുന്നില്ല. സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു എന്താ പറയുക, ഫോറസ്റ്റുകൾ ഫൈറ്റ് ഉണ്ട്. മോനെ പൊള്ളിയാണ്. അത് കഴിഞ്ഞ് ഒരു സീനുണ്ട്, ഓക്കെ, ക്ലൈമാക്സ് ആണെങ്കിലും ഫൈറ്റൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അത് ബേസിക്കലി നമുക്ക് കിട്ടിയേക്കുന്ന ഈ ഓവർ എക്സ്പെക്റ്റേഷൻ കാരണമാവാം. എനിക്ക് തോന്നിയതാണ്, ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടാവാം. എനിക്കൊരു ഓക്കെ അല്ലെങ്കിൽ ഒരു എബോ ആവറേജ് നിൽക്കുന്ന തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് മൂവിയാണ്. പക്ഷേ ഇതൊരു 1000 കോടി ക്ലബിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഓസം അടിപൊളി കിടുക്കാച്ചി മൂവി എന്നൊന്നും പറയാൻ എനിക്ക് പറ്റുന്നില്ല. ഞാനൊരു ലാലേട്ടൻ ഫാനാണ്. പക്ഷേ എന്നിട്ടും എനിക്കൊരു ലാലേട്ടൻ്റെ സ്ക്രീൻ പ്രസൻസൊക്കെ റേഞ്ചാണ്. ബേസിക്കലി ഫസ്റ്റ് ഹാഫ് ഫുള്ളൊരു കഥയാണ്. നമ്മുടെ പൃഥ്വിരാജിൻ്റെ സ്റ്റോറിയും ലാലേട്ടൻ്റെ സ്റ്റോറി, പിന്നെ നമ്മുടെ ഇപ്പോഴത്തുള്ള നമ്മുടെ നാട്ടിലെ കണക്ഷനും അങ്ങനെ എല്ലാമാണ്. പിന്നെ പോസ്റ്ററിൽ കാണുന്ന പോലെ ഷാരൂഖ് ഖാനും സൽമാൻ ഖാനും മമ്മൂട്ടി അങ്ങനെ ആരുമില്ല. അതൊക്കെ ഒരു റൂമറാണ്. ഒരു ചൈനക്കാരനാണ് ഉള്ളത്. അത് പ്രതീക്ഷിച്ച് ആരും പോകണ്ട. അത് ജസ്റ്റ് തേർഡിലേക്കുണ്ട്. L3 ചൈനയിലുള്ള ഒരു സംഭവമാണ്. അത് തേർഡിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ ലിമിറ്റേഷൻസ് ഉണ്ട്. പഴയ പടത്തിനോട് നീതി പുലർത്തണം, അത് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരുപാട് മാസും ഒരുപാട് ആക്ഷനും കുത്തിക്കയറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ടാവാം മേ ബി ഒരു ലെവലിൽ നിർത്തിയേക്കണം. പക്ഷേ തേർഡ് എനിക്ക് ഉറപ്പാണ്, ഈ പടം വിജയിച്ച് കഴിഞ്ഞാൽ ഒരു ബ്രഹ്മാണ്ഡം മൂവിയാണ്. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ മൂവി കാണുമ്പോൾ ഒരു മലയാളം മൂവിയുടെ നമുക്ക് തോന്നില്ല. പക്ക ഹോളിവുഡ് മൂവി. ഒരു ഇംഗ്ലീഷ് മൂവി നമ്മൾ എങ്ങനെ കാണുന്നു അതേ റേഞ്ച് മേക്കിംഗ് ആണ്. ഒരു രക്ഷയില്ല. പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മീൻസ് ഈ പറഞ്ഞ പോലെ ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഇല്ലാണ്ട് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന മൂവി തന്നെയാണ് നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ എംപുരാൻ ലൂസിഫർ 2. സോ ഡു വാച്ച് in theaters only. Okay.